ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. പ്രൊഫൈം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ്, കാര്യങ്ങൾ, പേ ഔട്ട് കിട്ടുക, അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു 90% ഓഫറുള്ള ഒരു ഇതാണ് ഇട്ടിരുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ആ ഫെയിമിൻ്റെ പ്രൈസും ഇതെല്ലാം വെച്ച് നോക്കിയപ്പോൾ ഒരു 50Kക്ക് ഏകദേശം $15 വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സ്കാം ആണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ ഫെയിമിൻ്റെ പേര് അപ്പെക്സ് ട്രേഡിംഗ് ഫണ്ടിങ് എന്നാണ് പറയുന്നത്. അതൊരു ഫ്യൂച്ചേഴ്സിൻ്റെ ഫെയിമാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഫണ്ട് ആൻഡ് നെക്സ്റ്റ്, ഫണ്ടിങ് ബിപ്സ് എല്ലാം CFD ബേസ് ചെയ്തിട്ടുള്ള ഫെയിംസാണ്. ഫ്യൂച്ചേഴ്സിനും CFD തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഫെയിമിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സ്കാം അലർട്ടാണോ അല്ലെങ്കിൽ സ്കാമിൽ പെടുന്ന ഇതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ നിങ്ങളെല്ലാം ഒരു ഫണ്ടഡ് ഫെയിംസിനെ കുറിച്ചുള്ള എൻക്വയറീസും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ ഒരു ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഫണ്ടഡ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫെയിംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത്, പേ ഔട്ട് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിസ്കഷനാണ് അതിന് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ ഒത്തിരി ഫണ്ടഡ് ട്രേഡേഴ്സ് ആ ഒരു ഗ്രൂപ്പിലുണ്ട്. നമുക്ക് ഈ ഒരു ഫെയിമിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫെയിമിൻ്റെ പേര് അപ്പെക്സ് ട്രേഡിംഗ് ഫണ്ടിങ് എന്നാണ്. അത് അപ്പെക്സ് ട്രേഡർ ഫണ്ടിങ്.com എന്ന സൈറ്റിലാണ് അറിയുന്നത്. ഇവർക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേര് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഏത് പ്ലാൻ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. അത് തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എപ്പോഴും ഇവരെ FAQ, നിങ്ങൾ ഏതൊരു ഫെയിം എടുക്കുന്നു, FAQ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവരുടെ പ്ലാനുകൾ എന്താണ്, അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ ബ്രീച്ച് പോകാനുള്ള സാധ്യതയുണ്ട്, അക്കൗണ്ട് അടിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് ഇവരുടെ പ്രൊഡക്ട്സ് ഒന്ന് റിതിമിക്, അതേപോലെ തന്നെ ട്രേഡബോട്ട്, വെൽത്ത് ചാർട്ട്. ഇതിൽ റിതിമിക് നിഞ്ചയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തരുന്നത്. ആ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിഞ്ചയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. മിക്കവർക്കും റിതിമിക്കൊക്കെ എടുത്തിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ സമയം നിങ്ങൾ ട്രേഡബോട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ട്രേഡബോട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ വഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ട്രേഡബോട്ടാണ് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ വെൽത്ത് ചാർട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. കൺഫ്യൂസ്ഡ് അല്ല, എന്താ പറയുക, കുറേ നേരം കഴിഞ്ഞ പിന്നെ ഞാനത് ഒന്ന് എടുത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞ പിന്നെ ശേഷമാണ് എങ്ങനെ ട്രേഡ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെൽത്ത് ചാർട്ടിൽ ആകെ ഒരു ഗുണം, നമുക്ക് ഇവരുടെ ട്രെയിലിംഗ് ഡ്രോഡൗൺ അല്ലെങ്കിൽ നമുക്കൊരു 50Kക്ക് ഒരു 2,500 ഇവരുടെ ത്രെഡ് ഷോൾഡ് എന്ന് പറയുന്നത്. ആ 2,500 എത്തുമ്പോഴേക്കും അതിനവിടെ നമുക്കൊരു നോട്ട് ചെയ്ത് വരും, ഒരു ബാറിൽ ഏത് പ്രൈസിലാണ് എത്തുമ്പോൾ. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് പോകും, ബ്രീച്ച് ചെയ്ത് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കോപ്പി ട്രേഡ് കുറച്ചും കൂടി ഈസിയാണ്. ഒരു 10 അക്കൗണ്ടൊക്കെ വരെ അപ്പെക്സിൽ കോപ്പി ട്രേഡ് ചെയ്യാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു ഈ കോപ്പി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് വെൽത്ത് ചാർട്ടിൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ട്രേഡ് ബോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളൊരു അക്കൗണ്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാഷ് ബോർഡിലായിരിക്കും വരിക. ഡാഷ് ബോർഡിൽ നമുക്ക് ഈ ട്രേഡ് ബോട്ടാണ്. ഞാനിപ്പോൾ ഇന്നലെ ഓഫർ ഉണ്ടായിരുന്നു, 90% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം 50Kയുടെ അക്കൗണ്ട് എടുക്കാനായിട്ട് $16 ആയുള്ളൂ. നമുക്ക് ഇവിടെ ട്രേഡ് ബോട്ടിൻ്റെ അക്കൗണ്ടിൻ്റെ ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ ID വരും, പാസ്വേഡും തരും. അത് നേരെ നമ്മൾ ട്രേഡ് ബോട്ടിലേക്ക് പോകുക. ട്രേഡ് ബോട്ടിലേക്ക് പോയി നമുക്ക് അവിടെ കോപ്പി ചെയ്യുക, പാസ്വേഡും കോപ്പി ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു ഇത് വരും. നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. നമ്മളെല്ലാവരും നോൺ പ്രൊഫഷണൽസാണ്, നമ്മളെല്ലാം വലിയ ബിഗ് പ്ലേയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ അതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഐ ഹാവ് റീഡ് ദ എഗ്രിമെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ റീഡ് ചെയ്തു എന്നുള്ളതും ഐ ഹാവ് ഇവിടെ നമ്മൾ ഇത് ചെയ്യുക. സിഗ്നേച്ചർ ഓഫ് സോബി സോമൻ എന്നുള്ളത് എൻ്റെ പേര് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. അതേപോലെ ഡേറ്റ് ഇന്നതാണ്, ഇന്നിപ്പോൾ 5/29 ഞാൻ സൈൻ ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷൻ അവിടെ ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് നോക്കാൻ എന്താ പറയുക, ജസ്റ്റ് സേവ് ചെയ്യാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് വന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് വീണ്ടും ലോഗിനിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ടൈമിൻ്റെ ചെറിയൊരു ഇത് വരുന്നുണ്ട്. വീണ്ടും നമുക്കൊരു എഗ്രിമെൻറ്റ് കൂടി വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ നോൺ പ്രൊഫഷണലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളൊരു പ്രൊഫഷണൽ ഇതിൽ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് നോൺ പ്രൊഫഷണലിലാണ് ചെയ്യേണ്ടത്. പ്രൊഫഷണൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $100 എക്സ്ട്രാ നമ്മൾ ആ ഡാറ്റയും വ്യത്യാസമുണ്ട്, ആ ഡാറ്റയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ട്രേഡിംഗ് വ്യൂവിലേക്ക് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റെ അക്കൗണ്ട് സൈസ് കാര്യങ്ങളൊക്കെ വന്നു. നമുക്കിപ്പോൾ ഗോൾഡ് ചെയ്യുന്ന അതൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് എങ്ങനെ ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ്, നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു റൈറ്റ് സൈഡിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടെ നമുക്ക് വേണ്ടത് ആഡ് ഓൺ എന്നുള്ള ഓപ്ഷനിലാണ് വരേണ്ടത്.
ആഡ് ഓണിൽ നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ ആഡ് ഓണിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇത് നമ്മൾ ആക്റ്റീവ് ചെയ്യണം. ആക്റ്റീവ് ചെയ്താൽ മാത്രമേ ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. നമ്മൾ അതിന് ശേഷം ഇവിടേക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് പോകുക. ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ട്രേഡിംഗ് പാനൽ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ട്രേഡിംഗ് പാനൽ സെലക്ട് ചെയ്യുമ്പോൾ ട്രേഡ് ബോട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ 70 ആണ്. അപ്പോൾ 70 കോപ്പി ചെയ്യുക. നമുക്കപ്പോൾ ഡെമോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഡെമോ ആണ്, ലൈവിലല്ല നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ ഡെമോയിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നു. ഇനി കുറച്ച് ദിവസം മുമ്പ് എല്ലാവരും എന്നോട് ചോദിച്ചത് ഗോൾഡിൽ ഭയങ്കര ഡിലേ ചാർട്ടാണ് വരുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇപ്പോൾ നമ്മൾ ട്രേഡ് ബോട്ട് എന്ന് പറഞ്ഞ ബ്രോക്കിങ്ങിലേക്ക് നമ്മൾ കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ഡാറ്റയിലേക്ക് വന്നത്. നമുക്ക് ട്രേഡിംഗ് വ്യൂ നോർമൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഗോൾഡിൻ്റെ XAUSD പോലെയല്ല, നമുക്ക് ചാർട്ട് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാർ പറഞ്ഞാൽ ഇതിൽ വോളിയോ ഇല്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ബ്രോക്കറായിട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലേ ആയിട്ടുള്ള ചാർട്ടല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ചാർട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എടുക്കണോ വേണ്ടയോ. കാരണം പ്രൈസ് മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് പോലെ. ഇപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ഇറന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്കാണ് പിന്നെ പ്രൈസ് കാണുന്നത്. അതിൻ്റെ അടുത്ത് വെച്ചാൽ ഡിലേ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്, നല്ല ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. നമുക്കിവിടെ ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇവരെ മെയിനായിട്ട് നമുക്കിപ്പോൾ JBP USD അങ്ങനെയുള്ള എല്ലാ പേഴ്സും നമുക്ക് ചെയ്യാം. USD ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന എല്ലാ പേഴ്സും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടേക്ക് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ഇത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം, അതിനുള്ള കാര്യങ്ങൾ ഏറ്റവും അടിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതുണ്ട്. ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിൽ തന്നെ ഏതെല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ളത് ഇവിടെയുണ്ട്. അത് കറൻസി ഫ്യൂച്ചേഴ്സിൽ ഏതെല്ലാം ചെയ്യാം. ഓസ്ട്രേലിയൻ ഡോളർ ആയിട്ടുള്ള AUD USD ആയിട്ടുള്ളത് ചെയ്യാം, ബ്രിട്ടീഷ് പൗണ്ട്, കനേഡിയൻ ഡോളർ, യൂറോ FX, ജാപ്പനീസിൻ്റെ ഇതായിട്ടുള്ളത്. അങ്ങനെ ഇത്രയും പേഴ്സാണ് USD ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പേഴ്സ് നമുക്കിവിടെ ചെയ്യാം. അതേപോലെ അഗ്രികൾച്ചർ ഫ്യൂച്ചേഴ്സ്, നമ്മളിവിടെ അധികം ആൾക്കാർ അങ്ങനത്തെ ഇതൊന്നും ചെയ്യുന്ന ആൾക്കാരില്ല. നമുക്ക് പക്ഷേ ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനർജി ഫ്യൂച്ചേഴ്സിലാണ് നമ്മളെല്ലാം ക്രൂഡ് ഓയിൽ ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ജസ്റ്റ് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ ഈ ഒരു CL ഈ സിമ്പിളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് ട്രേഡിംഗ് വ്യൂവിലേക്ക് സെലക്ഷനായിട്ട് എടുക്കേണ്ടത്. മെറ്റൽ ഫ്യൂച്ചേഴ്സാണ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന. ഗോൾഡ് ഇവിടെയുണ്ട്, ഗോൾഡ് GC എന്ന് പറയുന്ന ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, GC1 ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. GC ഇത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ആ മന്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി വരാറുണ്ട്. നമുക്ക് കോമാക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചാണ് ഇവർ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ GC1 നമുക്കിപ്പോൾ ഏത് മന്തിൻ്റെ, അതായത് ഏത് മന്തിൻ്റെ കോൺട്രാക്റ്റാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മെയ്യിലെ കോൺട്രാക്റ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇനി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ജൂലൈയിൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മന്തിൻ്റെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ GC1 ആകുമ്പോൾ കറണ്ട് ഏതാണോ പ്രൈസ് നടക്കുന്നത് അതിലേക്കായിരിക്കും കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. എപ്പോഴും GC1 സെലക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് GC1 ജസ്റ്റ് ഒന്ന് നോക്കാം. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ അനുസരിച്ചിട്ട് ഒരു പോയിന്റ് മൂവ്മെൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ടിക്സ് മൂവ്മെൻറ്റ് വന്നാൽ 3300 3301 വന്നാൽ $100 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നത്. അത് നമുക്ക് ഇത് മെയിൻ ഗോൾഡാണ്. സിൽവറിന് നമുക്ക് SL എന്നും കോപ്പറിന് HG എന്നും അതേപോലെ മിനി ഗോൾഡ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഗോൾഡിൽ തന്നെ മൈക്രോ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും CFDയിൽ നമുക്കിപ്പോൾ MT5-ലൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CFD തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലോട്ട് സൈസ്. ഇപ്പോൾ ഇത് XAUSDയുടെ ഇതാണ്. നമുക്കിവിടെ ഒരു ലോട്ട് നമുക്ക് ചെയ്യാം, 0.00 മില്ലി ലോട്ട് വരെ ചെയ്യാൻ ഒരൊറ്റ പ്ലാറ്റ്ഫോം തന്നെ ഒരൊറ്റ ഇതിൽ തന്നെ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ കോൺട്രാക്റ്റിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അങ്ങനെയല്ല. GC1 എന്ന് പറയുന്നത് മെയിൻ ലോട്ടാണ്. അതിന് നമ്മൾ വേറെ ഒന്നുകൂടി നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ മൈക്രോ ഫ്യൂച്ചേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. ഗോൾഡിന് ഇവിടെ ഈ മൈക്രോ ഇതെന്നുള്ളത് നമുക്കിവിടെ കാണാം. അതുപോലെ MGC ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. എക്സ്ചേഞ്ച് ശ്രദ്ധിക്കണം, കോമാക്സ് തന്നെയാണ് നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നോട്ട് MGC1 സെലക്ട് ചെയ്താൽ മാത്രം മിനി ഗോൾഡ് നമ്മൾ എന്താ പറയുക, XAUSD പോലെ അല്ല, നമുക്ക് XAUSD ആകുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചാർട്ട് പാറ്റേൺ ആയിട്ട് വരിക. ഇതെല്ലാം ഈ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ഏകദേശം നമുക്ക് ഈ ഗോൾഡിൻ്റെ
സെയിം മൂവ്മെൻറ്റ്സ് തന്നെയായിരിക്കും വരിക. ഇതൊരു സപ്പോർട്ട് സോണിലേക്കൊക്കെ വരുമ്പോഴാണ് കുറച്ച് ഒരു മൂവ്മെൻറ്റ്സിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇതിൽ സ്പ്രെഡ് വളരെ കുറവാണ്, 0.20 ചെറിയൊരു സ്പ്രെഡേ വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ XIUSD പോലെ തന്നെ XIUSD മൂവ്മെൻറ്റ്സ് ഒക്കെ സെയിം ഇതുപോലെ തന്നെയായിരിക്കും വരിക. ഇതിപ്പോൾ ഇന്നലെയാണ് പുതിയ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡിഫറൻസ് കാണുന്നത്. ഇന്നലെയാണ് പുതിയ 28-ന് ഇന്നലെ പഴയ കോൺട്രാക്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ നിഫ്റ്റി ഒക്കെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പോലെ കുറച്ച് ആൾക്കാർക്കൊക്കെ ക്യാരി ഫോർവേഡിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ XIUSD നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളാരും പ്രത്യേകിച്ച് നോക്കണ്ട. അതായത് ഇന്നലെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞു, ആ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മുകളിലേക്ക് ഒരു പ്രീമിയം ഒക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത്. ഇവിടെ 3292 കാണിക്കുന്നത് ഗോൾഡ് GC1 കാണിക്കുന്നത്. നമുക്ക് XIUSD 3268, ഏകദേശം 30 പിപ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് അത് വരുന്നത്. മൂവ്മെൻറ്റ്സ് എല്ലാം ഏകദേശം എല്ലാം സെയിം ആയിരിക്കും. ഇതിപ്പോൾ കോൺട്രാക്റ്റ് ഷിഫ്റ്റ് ചെയ്തൊരു ഡേ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് വരുന്നത്. അത് കണ്ടൊന്നും നിങ്ങളാരും ഭയപ്പെട്ടതിൽ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ നമുക്ക് GC1 സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ളത് മൈക്രോ ബിറ്റ് കോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് MBT എന്ന് പറഞ്ഞിട്ട് ടിക്ക് സൈസും കാര്യങ്ങളും, MBT ഇത് യൂറോ FX എന്നും ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് ഈ പറയുന്ന അപ്പെക്സിൽ $15 കൊടുത്തിട്ട് ഇത് ചെയ്യാവുന്ന കാര്യം. ഇനി ഇവരുടെ റൂൾസ് കുറച്ച് എല്ലാവരും വിചാരം കുറച്ച് ഭയങ്കര ടഫാണ്, പേ ഔട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത അക്കൗണ്ടാണ്. എൻ്റെ പേരിലായിരുന്നില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിലായിരുന്നു. ഞാൻ ഇത്തവണയാണ് എൻ്റെ പേരിലേക്ക്, ഞാൻ വൈഫിൻ്റെ പേരിലെ ക്രെഡിറ്റ് കാർഡിൽ ആഡ് ഓൺ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പേരിലേക്കുള്ള അക്കൗണ്ട് എടുത്തത്. ഇവിടെ ഏകദേശം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ April 4 അങ്ങനെ ഒരു 4 പേ ഔട്ട് എടുത്ത് ഒരു $15 കൊടുത്തിട്ട് ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ എടുത്താണ് നമ്മൾ വിഡ്രോവൽ എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് പേ ഔട്ട് പക്ക പേ ഔട്ടാണ്. നമ്മൾ രാവിലെ പേ ഔട്ടിൻ്റെ 8 ദിവസം കൂടുമ്പോൾ നമുക്ക് പേ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ പേ ഔട്ട് എടുത്തുകൊണ്ടിരിക്കുക. കാരണം 8ാമത്തെ ദിവസം 8 ട്രേഡിംഗ് ഡേയ്സ് ചെയ്യണം. അതേപോലെ 5 ദിവസം ഒരു മിനിമം $50 പിടിച്ചിട്ടും. ഇത്രയുമാണ് ഫസ്റ്റ് വരെ ക്രൈറ്റീരിയ പേ ഔട്ടിൻ്റെ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൺസിസ്റ്റൻസി റൂളാണ്. 30% കൺസിസ്റ്റൻസി റൂള്. അത് മീറ്റ് ചെയ്താൽ നമുക്ക് പേ ഔട്ട് ഓപ്ഷനിലേക്ക് വരും. എന്താണ് കൺസിസ്റ്റൻസി റൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കൺസിസ്റ്റൻസി ഇത്ര വലിയ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 30% ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടോട്ടൽ പ്രോഫിറ്റ് ഒരു 2000 ആയിട്ടുള്ളൂ എന്ന് കരുതാം. നമുക്ക് ഒരു ദിവസം ഏകദേശം $1000 സിംഗിൾ ഡേയിൽ നമ്മൾ ഒരു $1000 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2000 വരെ എത്തിയിട്ടുള്ളൂ. നമുക്ക് 3000 എത്തിയാലേ നമുക്ക് പേ ഔട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവർക്ക് ഒരു സിംഗിൾ ട്രേഡിൽ നമ്മൾ ഒരൊറ്റ ട്രേഡിൽ നമുക്ക് $750 താഴെ പോകാൻ പാടില്ല. അത് ഒട്ടുമിക്ക ഫ്യൂച്ചർ ഫേംസിനും അങ്ങനെ തന്നെയാണ്. സിംഗിൾ ട്രേഡിൽ $750 താഴെ പോകണം. ഇവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ചായി പോകുന്നില്ല, നെക്സ്റ്റ് ഡേ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. $750 ആണ് സിംഗിൾ ട്രേഡ്. ഇപ്പോൾ നമ്മൾ ഗോൾഡിലൊരു ഇതിട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. ആ ഒരു ലിമിറ്റ് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഡേയിലേക്ക് ബ്രീച്ച് ചെയ്താൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിലെ ആക്സസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ട്രേഡിംഗ് വ്യൂവിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതുകൂടി സെലക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ പഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമുക്കിവിടെ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിംഗ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിലേക്ക് ട്രേഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനോ അല്ലെങ്കിൽ താഴത്തേക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നമുക്ക് 5 ഇയേഴ്സിലൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത് എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായത്. എപ്പോഴും ഓർഡർ ഡോമിൽ സെറ്റ് ചെയ്യുക. ഡോമിൽ നിങ്ങൾ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത് സേവ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ടേക്ക് പ്രോഫിറ്റ്, നമുക്കിപ്പോൾ ഒരു എത്ര പ്രോഫിറ്റ് ടിക്സ് വേണമെങ്കിൽ ടിക്സിൽ സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് റിസ്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. USD ബേസ് ചെയ്തിട്ടുള്ള ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും ഡോമിൽ. ആ ഡോമിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടേക്ക് വന്ന് കിടക്കും. ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് TP50 SL50 എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്.
അപ്പോൾ എത്ര മൂവ്മെൻറ്റ്സിൽ എത്ര ഇതിൻ്റെ ഇത് വേണം. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മാത്രമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും TP ഒക്കെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ ഓർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വലിച്ചു വെക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്ലാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് വോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് ചെയ്യാം. വെൽത്ത് ചാർട്ട് കോപ്പി ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെൽത്ത് ചാർട്ടാണ് ഏറ്റവും സൂപ്പർ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 അക്കൗണ്ട് തന്നെ ഒരേ സമയം ട്രേഡ് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ അതുകൊണ്ട് വെൽത്ത് ചാർട്ട് നിങ്ങൾ കോപ്പി ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഫേംസ്, എല്ലാ ഫേംസും ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. ഫണ്ടിങ് പിപ്സ് ആയിക്കോട്ടെ, ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ആയിക്കോട്ടെ, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മൈ ഫണ്ടഡ് ഫ്യൂച്ചർ. അതേപോലെ തന്നെ FTMO ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു ഫേമാണ് അപ്പെക്സ് ട്രേഡർ ഫണ്ടിങ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി റൂൾ കണ്ടിട്ടാണ് എല്ലാവരും ഇതിൽ നിന്ന് പിൻവലിയുന്നത്. പക്ഷേ അത് നല്ലൊരു ട്രേഡിങ് ഗ്രോത്ത് ഉണ്ടാക്കാനും നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകാതൊക്കെ ഇരിക്കുന്നതും ക്ഷേമ കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്രീഡ് ഇതൊക്കെ കുറയാനും നമ്മുടെ ഫിയറൊക്കെ കുറയ്ക്കാനും ഇതുപോലെയുള്ള എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഉള്ള ഫേംസ് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പെക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു സ്കാമല്ല, അത്യാവശ്യം നല്ല പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. കൺസിസ്റ്റൻസി റൂൾ ഓക്കെ ആയിരിക്കണം, 8 ട്രേഡിംഗ് ഡേയ്സ് ഓക്കെ ആയിരിക്കണം. അതേപോലെ 5 ദിവസം $50 വെച്ച് പിടിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പേ ഔട്ട് ഇവർ തരും.